ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. മൂത്തകുന്നം മടപ്ലാത്തുരുത്ത് നവീന കാവടി സംഘം വീണ്ടും സജീവമാകുന്നു. 65 വർഷക്കാലമായി പൂയ മഹോത്സവങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന മുത്തകുന്നം മടപ്ലാത്തുരുത്ത് നവീന കാവടി സംഘം കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ പ്രവർത്തനം നിലച്ചിരുന്നു. എന്നാൽ ഇത്തവണ മുത്തകുന്നം ശങ്കരനാരായണ മംഗലക്ഷേത്രം മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന പൂയ മഹോത്സവത്തിൽ സമൂഹത്തിലെ വിവിധ ജാതിമത വിഭാഗങ്ങളിലുള്ളവരെ ഉൾപ്പെടുത്തി പൂർവാധികം ഭംഗിയോടെ കാവടി സംഘടിപ്പിക്കുമെന്ന പ്രസിഡന്റ് CS ഷാനവാസ്, സെക്രട്ടറി ജഗതി, ബിജു കടവിൽ, ആന്റണി, ഡോക്ടർ സഗീർ എന്നിവർ പറഞ്ഞു. മംഗലക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൈപ്പൂയ ആഘോഷത്തോടനുബന്ധിച്ച് നവീന കാവടി സംഘത്തിൻ്റെ നല്ല രീതിയിലുള്ളൊരു കാവടിയാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ നവീന കാവടി സംഘത്തെക്കുറിച്ച് പറയുമ്പോൾ ഏകദേശം അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ചരിത്രമാണ് അതിന് പറയാനുള്ളത്. വടക്കേക്കര പഞ്ചായത്തിലെ ഏറ്റവും വലിയ കരയായ മടപ്ലാതുരത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആപാലവൃത്തം ജനങ്ങളും ജാതിമത ഭേദമന്യേ സംഘടിച്ചുകൊണ്ടാണ് ഈ വർഷം ഈ കാവടി നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ വർഷത്തെ പൂയത്തിന് ഒരു ചരിത്രം സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഈ തൈപ്പൂയത്തോടനുബന്ധിച്ച് ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരായ എല്ലാ നാട്ടുകാരെയും നമ്മളിത് ഒരുക്കിയിരിക്കുന്നത് രാഷ്ട്രീയത്തിനും മതത്തിനും എല്ലാം അതീതമായിട്ടാണ് ഈ ജനങ്ങളെ എല്ലാം ഈ അവസരത്തിൽ അഭിവാദ്യം ചെയ്യുന്നു. ശ്രീ മാധവ പാപ്പൻ, ദാസച്ചേട്ടൻ, അങ്ങനെ ഒട്ടനവധി പേർ ഈ കാവടിക്ക് വേണ്ടി നമുക്ക് ത്യാഗം ചെയ്തിട്ടുള്ള ആളുകളാണ്. അത് ഏതാണ്ട് 8 വർഷത്തോളം ഇപ്പോൾ നിന്നപ്പോൾ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുമ്പോൾ ഈ കാണുന്ന അമ്പലാവൃതമായ ജനങ്ങൾ അതിൽ സഹകരിക്കുന്ന എല്ലാവർക്കും ജാതിഭേദമന്യേ രാഷ്ട്രീയഭേദമന്യേ എല്ലാവർക്കും നന്ദി പ്രകടിപ്പിച്ചുകൊള്ളുന്നു. വ്യത്യസ്തമായ രീതിയിൽ എല്ലാവരും ജാതിമതഭേദം എന്ന് പറയുമ്പോൾ എടുത്തു പറയത്തക്ക രീതിയിൽ നമ്മളെക്കാൾ കൂടുതൽ ആവേശത്തോടുകൂടി എല്ലാവരും, പ്രത്യേകിച്ച് സഗീർ ഡോക്ടർ അടക്കം ഇതിനകത്തേക്ക് വന്നപ്പോൾ വളരെയധികം സന്തോഷത്തോടെ ഞങ്ങൾ നെഞ്ചിലേറ്റുകയാണ് ചെയ്തത്. നമ്മൾ ഉദ്ദേശിക്കാവുന്നതിലും ഭംഗിയായിട്ട് തന്നെ നമ്മൾക്ക് ഈ കാവടിയുടെ പ്രവർത്തനങ്ങൾ ഇന്നുവരെയും ന്യൂസ് ബ്യൂറോ, പറവൂർ.